ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫോർമർ ഇന്ത്യൻ പ്രൊഫഷണൽ ഫുട്ബോളറായ മുഹമ്മദ് റാഫിയാണ്. വെൽക്കം ടു ഖത്തർ. ഫസ്റ്റ് ഓഫ് ഓൾ, റാഫിക്ക എങ്ങനെയുണ്ട് ഖത്തറിലൊക്കെ വന്നിട്ട്? ഖത്തറിൽ വന്നിട്ട് കുഴപ്പമില്ല. ഞാനൊരു 6-7 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഖത്തറിൽ വരുന്നത്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വന്നു. വേൾഡ് കപ്പിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ. 2014 പിന്നെ നമ്മൾ ഏഷ്യൻ കപ്പ് കളിക്കുന്ന സമയത്ത് ഇല്ല സംഭവമല്ല ഇപ്പോൾ ഇല്ലത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ബിൽഡിങ്ങൾ, പുതിയ പുതിയ ബിൽഡിങ്ങൾ, ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. റാഫിക്കക്ക് യൂത്തിന് കൊടുക്കാനുള്ള ഒരു മോട്ടീവ് എന്താണ് ഫുട്ബോളിനെ കുറിച്ച്? യൂത്തിന് കൊടുക്കാനുള്ള മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ നമുക്കൊരു ലഹരിയാക്കി മാറ്റും. ഇപ്പോൾ നമ്മൾ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ, എവിടെ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നില്ലെങ്കിൽ MDMA ഇല്ലെങ്കിൽ നമ്മളെ കഞ്ചാവ്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ ഫുട്ബോൾ ഒരു ലഹരിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. റാഫിക്കക്ക് ഫുട്ബോളിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു മോട്ടീവ് എങ്ങനെയാണ് വന്നത്? ഞാൻ ആക്ച്വലി ഒരു ഫുട്ബോൾ പ്ലെയർ ആകാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ കളിച്ചവനല്ല. ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാൻ ഒരു ഫുട്ബോൾ കളിക്കാരനായതാണ്. പക്ഷേങ്കിൽ അതിനെ ഞാൻ അത്രത്തോളം 100% ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതുപോലെ എവിടെയെങ്കിലും കളിക്കാൻ പോകുമ്പോൾ നമ്മൾ 100% നമ്മളൊരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഞാൻ തുടങ്ങിയത് എൻ്റെ SLC സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അത് സീരിയസ് ആയിട്ട് തുടങ്ങിയത് ഞാൻ എൻ്റെ ഒരു 2001-2002 കാലഘട്ടത്തിലായിരുന്നു. 2011 ഇന്ത്യൻ്റെ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയറും കൂടിയാണ് അല്ലേ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമുക്ക് അത്രത്തോളം മീഡിയ കവറേജോ കാര്യങ്ങളോ നമ്മൾ ഇന്ത്യയിൽ ഫുട്ബോളിന് അത്രത്തോളം പ്രാധാന്യം ഇല്ലാത്തൊരു സമയം. മീൻസ് മീഡിയയിൽ മറിച്ചായി ഒരുപാട് ക്രിക്കറ്റിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഫുട്ബോളിൽ അത്ര മീഡിയ കവറേജ് ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ISL വന്നതിന് ശേഷമാണ് ഒരുപാട് മീഡിയ കവറേജ് നമുക്ക് ഫുട്ബോൾ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് ഫുട്ബോളിന്, നല്ല രീതിയിൽ. അറിയേണ്ട ഒരു ചോദ്യമാണ്, മെസ്സി ഓർ റൊണാൾഡോ? മെസ്സി. ഞാൻ മെസ്സിനെ നമ്മൾ മെസ്സിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ല. മെസ്സി രണ്ടുപേരും നല്ല പ്ലെയറാണ്. മീൻസ് റൊണാൾഡോ ആയി കഴിഞ്ഞാലും മെസ്സി ആയി കഴിഞ്ഞാലും ഡിഫറെൻ്റ് ആണ്. ഒരാൾ നല്ല ക്വിക്നെസ് ഉള്ള പ്ലെയറാണ്, ഒരാൾ നല്ല ടഫുള്ള പ്ലെയറാണ്. അപ്പം രണ്ടുപേർക്കും ഡിഫറെൻറ്റ് സംഭവമാണ് ഉള്ളത്. അപ്പം രണ്ടുപേരും നല്ല. പക്ഷേ ഞാൻ മെസ്സിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ മെസ്സി എന്ന് പറയും. ഖത്തറിലേക്ക് വന്നത് നമ്മുടെ നാട്ടിലെ നമ്മുടെ അടുത്ത കൂട്ടുകാരൻ്റെ ഹോട്ടലിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു, കിക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ പ്രേമികളോ ഇല്ലെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ ഹോട്ടൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഫുട്ബോളിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ പോകുന്ന പോലെ ഡ്രസ്സ് ചേഞ്ച് ആക്കുന്ന സ്ഥലത്ത് ഡ്രസ്സ് ചേഞ്ച് ആക്കി നമ്മൾ ബെഞ്ചിലിരിക്കുന്ന സ്ഥലമൊക്കെ അതിനകത്തുണ്ട്. എൻ്റെ ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ, അതിനെ കൂടെ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. എൻ്റെ MR20 എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇതിലുള്ളത്. So thank you so much and bye. Bye bye.